ആത്മീയ യാത്രയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ നട്ടെല്ലിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യ നാഡിയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് തുറന്നാൽ നിങ്ങളുടെ വേദനയും ക്ഷീണവും പിരിമുറുക്കവും എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കും. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഡോക്ടർമാരോ മരുന്നുകളോ ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ ഋഷിമുനിമാർ ശരീരത്തിനുള്ളിൽ ഒഴുകുന്ന അദൃശ്യ ഊർജത്തിന്റെ ഒരു ലോകം കണ്ടെത്തിയിരുന്നു. ഈ ഊർജപാതകളെ നാഡികൾ എന്ന് വിളിക്കുന്നു. ഈ നാഡികളെ ശുദ്ധീകരിക്കുന്ന പുരാതന കലയാണ് നാഡീശോധൻ. ഏതെങ്കിലും നാഡി തടസ്സപ്പെടുമ്പോൾ വേദനയുണ്ടാകുന്നുവെന്നും നാഡി അശുദ്ധമാകുമ്പോൾ രോഗങ്ങൾ ജനിക്കുന്നുവെന്നും നാഡി ശുദ്ധമാകുമ്പോൾ ശരീരം തനിയെ സുഖപ്പെടാൻ തുടങ്ങുമെന്നും പറയപ്പെടുന്നു. പുറംഭാഗത്തെ ഭാരം, നടുവേദന, എഴുന്നേൽക്കുമ്പോഴുള്ള തടിപ്പ്, ഇരിക്കുമ്പോഴുള്ള മുറുക്കം എന്നിവ നിങ്ങൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാകാം. ഇതെല്ലാം വെറും പേശികളുടെ പ്രശ്നമല്ല. ഇത് നിങ്ങളുടെ ഊർജ ചാനലുകൾ അഥവാ നാഡികൾ തടസ്സപ്പെടുന്നു എന്നതിന്റെ സന്ദേശമാണ്. നിങ്ങളുടെ നട്ടെല്ലിനുള്ളിലൂടെ ഒഴുകുന്ന ഊർജം ഒരു നദിയാണെന്ന് സങ്കൽപ്പിച്ചാൽ നാഡീശോധൻ എന്താണ് ചെയ്യുന്നത്? അത് ആ നദിയിൽ അടിഞ്ഞുകൂടിയ മണലും മണ്ണും തടസ്സങ്ങളും നീക്കം ചെയ്യുന്നു. ഏറ്റവും അത്ഭുതകരമായ കാര്യം, ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങളുടെ നട്ടെല്ലിലെ വീക്കവും പിരിമുറുക്കവും വേദനയും ശാന്തമാക്കാൻ കഴിയുന്ന ഒരു രീതി ഇതിലുണ്ട് എന്നതാണ്. നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പുരാതന ഗ്രന്ഥങ്ങളായ ഉപനിഷത്തുകളിലും പതഞ്ജലി യോഗസൂത്രത്തിലും ഹഠയോഗ പ്രദീപികയിലും ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: നാഡി എവിടെ ഒഴുകുന്നുവോ അവിടെ ജീവിതം ഒഴുകുന്നു. ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന ചെറിയ നീർച്ചാലുകൾ പോലെ ഈ നാഡികളെ നിങ്ങൾക്ക് സങ്കൽപ്പിക്കാം. ഇവ കണ്ണുകൾക്ക് ദൃശ്യമല്ലെങ്കിലും ലോകത്തെ ജീവനോടെ നിലനിർത്തുന്നത് ഇവയുടെ ജോലിയാണ്. നമ്മുടെ ശരീരത്തിൽ 72,000 നാഡികളുണ്ടെന്ന് യോഗികൾ പറഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണ്: ഇട, ചന്ദ്രന്റെ തണുത്ത ഊർജം; പിംഗള, സൂര്യന്റെ ഉജ്ജ്വലമായ അഗ്നിശക്തി; സുഷുമ്ന, നട്ടെല്ലിന്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന ദിവ്യ ഊർജധാര. ഈ 3 നാഡികളും സമതുലിതാവസ്ഥയിലാകുമ്പോൾ മനുഷ്യൻ ആരോഗ്യവാനാകുന്നത് മാത്രമല്ല, തേജസ്വിയും ശാന്തനും ആത്മീയമായി ഉണർന്നവനുമായി മാറുന്നു. എന്നാൽ ഇവിടെ ഒരു രഹസ്യമുണ്ട്. ഈ നാഡികൾ തുറക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം നട്ടെല്ലും അതിനു ചുറ്റുമുള്ള ആഴത്തിലുള്ള ഞരമ്പുകളുമാണ്. ഈ ഞരമ്പുകൾക്കായി നമ്മുടെ ഋഷിമുനിമാർ നൽകിയ വാക്കാണ് നാഡീശോധൻ, അതായത് നാഡികളുടെ ശുദ്ധീകരണം, ഊർജത്തിന്റെ കഴുകൽ. ആദ്യം നമുക്ക് എന്തുകൊണ്ടാണ് നട്ടെല്ലിൽ വീക്കമുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ നട്ടെല്ല് ഒരു നീളമുള്ള നേരായ പുല്ലാങ്കുഴലാണെന്ന് സങ്കൽപ്പിക്കുക. ഈ പുല്ലാങ്കുഴലിനുള്ളിൽ പ്രാണൻ അഥവാ ജീവഊർജമൊഴുകുന്ന വളരെ നേർത്ത തുരങ്കങ്ങളുണ്ട്. ഈ തുരങ്കങ്ങളിൽ പൊടി നിറയുകയോ എന്തെങ്കിലും തടസ്സപ്പെടുകയോ ചെയ്താൽ എന്തു സംഭവിക്കും? പുല്ലാങ്കുഴലിന്റെ ശബ്ദം മോശമാകും. ഇതുതന്നെയാണ് നിങ്ങളുടെ ശരീരത്തിലും സംഭവിക്കുന്നത്. നട്ടെല്ലിന് ചുറ്റുമുള്ള ഞരമ്പുകളും പേശികളും ഊർജപാതകളും തടസ്സപ്പെടുമ്പോൾ വേദന ഉണ്ടാകുന്നു. ഈ വേദന വെറും അസ്ഥികളുടേതല്ല, തടസ്സപ്പെട്ട ആ പുല്ലാങ്കുഴലിന്റെ നിലവിളിയാണത്. ഇനി എന്തുകൊണ്ടാണ് ഈ ഞരമ്പുകളും നാഡികളും തടസ്സപ്പെടുന്നത്? കാരണം ഗുരുത്വാകർഷണം, തെറ്റായ രീതിയിലുള്ള ഇരുത്തം, പിരിമുറുക്കം, ശ്വസനത്തിലെ തെറ്റായ രീതി എന്നിവയാണ്. പുരാതന യോഗ ഗ്രന്ഥങ്ങളിൽ മേരുദണ്ഡം തന്നെയാണ് ജീവിതത്തിന്റെ അച്ചുതണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനർത്ഥം നട്ടെല്ല് വെറും അസ്ഥികളുടെ നിരയല്ലാതെ എണ്ണമറ്റ ഞരമ്പുകളും ഊർജപാതകളും സംഗമിക്കുന്ന ഒരു ഊർജ തൂണാണ്. നട്ടെല്ലിന്റെ ഓരോ സന്ധിയിലും ഓരോ ഊർജ കേന്ദ്രമുണ്ട്. സന്ധികൾ അമർന്നിരിക്കുകയോ പേശികൾ വലിഞ്ഞിരിക്കുകയോ നാഡികൾ തടസ്സപ്പെട്ടിരിക്കുകയോ ചെയ്താൽ ഈ ഊർജ കേന്ദ്രത്തിന് അതിന്റെ ജോലി ശരിയായി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വേദന, മരവിപ്പ്, മുറുക്കം തുടങ്ങിയ സിഗ്നലുകൾ വരുന്നു. നാഡികളിലൂടെ ഒഴുകുന്ന ഊർജത്തിന്റെ നിയമം എന്താണെന്ന് നോക്കാം. ശാന്തമായി ഒഴുകുന്ന ഒരു നദിയെ സങ്കൽപ്പിക്കുക. അതിലേക്ക് നിങ്ങൾ വലിയൊരു കല്ലിട്ടാൽ എന്ത് സംഭവിക്കും? തിരമാലകൾ ഉണ്ടാകും, കരകൾ തകരും, വെള്ളം വഴിതെറ്റി ഒഴുകാൻ തുടങ്ങും. ഇനി നദിയുടെ മധ്യത്തിൽ അടിഞ്ഞുകൂടിയ മണ്ണ് പതുക്കെ നീക്കം ചെയ്യപ്പെട്ടാൽ എന്ത് സംഭവിക്കും? വെള്ളം വീണ്ടും ശാന്തമായി ഒഴുകാൻ തുടങ്ങും. നിങ്ങളുടെ നാഡികളിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. പിരിമുറുക്കം, തെറ്റായ രീതിയിലുള്ള ഇരുത്തം, തെറ്റായ ശ്വസനം,
എന്നിവ നിങ്ങളുടെ ശരീരത്തിൽ ഊർജ്ജക്കല്ലുകൾ ഇടുന്നു. അപ്പോൾ നാഡികൾ അസമതുലിതാവസ്ഥയിലാകുന്നു. ഇൻസ്റ്റന്റ് നെർവ് ഡിറ്റോക്സ് ആ കല്ലുകളെ പതുക്കെ നീക്കം ചെയ്യാനുള്ള വഴിയാണ്. അടുത്തത് തലച്ചോറും നട്ടെല്ലും തമ്മിലുള്ള പവിത്രമായ സംഭാഷണം. ശാസ്ത്രീയ കാഴ്ചപ്പാടിൽ നട്ടെല്ലിന്റെ അടിഭാഗത്ത് ഒരു ഓട്ടോണമിക് സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ആഴത്തിൽ ശ്വാസമെടുത്ത് പതുക്കെ വിടുമ്പോൾ, നട്ടെല്ലിനെ നേരിയ രീതിയിൽ വലിച്ചു നീട്ടുമ്പോൾ, ഈ സിസ്റ്റം തലച്ചോറിലേക്ക് ശരീരം സുരക്ഷിതമാണ് എന്ന സന്ദേശം അയക്കുന്നു. സുരക്ഷ കൂടുമ്പോൾ പിരിമുറുക്കം കുറയുന്നു. പിരിമുറുക്കം കുറയുമ്പോൾ വീക്കം കുറയുന്നു. വീക്കം കുറയുമ്പോൾ വേദന കുറയുന്നു. യോഗപ്രകാരം ശ്വാസം ശാന്തമാകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. മനസ്സ് ശാന്തമാകുമ്പോൾ പ്രാണൻ സ്വതന്ത്രമാകുന്നു. ഇൻസ്റ്റന്റ് നെർവ് ഡിറ്റോക്സ് ശ്വാസം, മനസ്സ്, പ്രാണൻ എന്നീ മൂന്നിനെയും ഒരു നൂലിൽ കോർക്കുന്നു. എന്തുകൊണ്ടാണ് നട്ടെല്ല് പെട്ടെന്ന് പ്രതികരിക്കുന്നത്? ഇത്രയും കാലമായി വേദനയുള്ളപ്പോൾ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ എങ്ങനെ ആശ്വാസം ലഭിക്കും? കാരണം നമ്മുടെ ശരീരം വേദനയുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. വേദന അതിന്റെ ഒരു SOS സിഗ്നലാണ്. പ്രശ്നം നീങ്ങിയാലുടൻ ശരീരം ആശ്വാസം നൽകുന്നു. ഇൻസ്റ്റന്റ് നെർവ് ഡിറ്റോക്സ് ആ SOSനോട് ശാന്തമാകാൻ ആവശ്യപ്പെടുന്നു. ആഴത്തിലുള്ള വീക്കത്തിന്റെ യഥാർത്ഥ കാരണം നട്ടെല്ലിലെ വീക്കം വെറുമൊരു ശാരീരിക വേദനയല്ല, അതൊരു ഊർജ്ജ വേദന കൂടിയാണ്. ഊർജ്ജം തടസ്സപ്പെടുമ്പോൾ ശരീരം വീങ്ങുന്നു. ഊർജ്ജം ഒഴുകുമ്പോൾ ശരീരം സുഖപ്പെടുന്നു. നാഡികൾ തുറക്കുമ്പോൾ രോഗങ്ങൾ നശിക്കുന്നു എന്ന് ഹഠയോഗത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യ ഇത്ര പ്രത്യേകതയുള്ളതാകാൻ കാരണമെന്ത്? കാരണം ഇത് ശരീരത്തെ മാത്രമല്ല ഊർജ്ജത്തെയും സ്പർശിക്കുന്നു. പലരും വ്യായാമങ്ങൾ ചെയ്യുന്നു, മരുന്നുകൾ കഴിക്കുന്നു, എണ്ണ തേക്കുന്നു. എങ്കിലും പ്രശ്നം അവിടെ തന്നെ നിലനിൽക്കുന്നു. കാരണം അവരുടെ ചികിത്സ പുറമേ മാത്രമാണ്. ഇൻസ്റ്റന്റ് നെർവ് ഡിറ്റോക്സ് ഉള്ളിലിറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നു. അത് നാഡികളാകുന്ന യഥാർത്ഥ വാതിൽ തുറക്കുന്നു. ഇനി ഇതിന്റെ യഥാർത്ഥ രീതി നമുക്ക് നോക്കാം. ഇത് എവിടെ വെച്ചും ചെയ്യാം. മുറിയിലോ ഓഫീസിലോ എഴുന്നേറ്റ ഉടനെയോ ചെയ്യാം. ഇതൊരു വ്യായാമമല്ല, ഇതൊരു ഊർജ്ജകർമ്മമാണ്. സ്റ്റെപ്പ് 1. നട്ടെല്ലിനെ തയ്യാറാക്കുക. 20 സെക്കൻഡ്. ആദ്യം ശരീരത്തെ ശാന്തമാക്കുക. നേരെ നിൽക്കുക. പാദങ്ങൾ ഭൂമിയിൽ ഉറപ്പിച്ചു വെക്കുക. നട്ടെല്ല് ഒരു നേരായ വിളക്കുതിരിയാണെന്ന് സങ്കൽപ്പിക്കുക. ഓരോ ശ്വാസവും അതിനെ കൂടുതൽ നേരെയാക്കുന്നു. ആഴത്തിൽ ശ്വാസമെടുത്ത് വിടുക. നട്ടെല്ലിന് ചുറ്റുമുള്ള പിടുത്തം അയയാൻ തുടങ്ങും. സ്റ്റെപ്പ് 2. ഇൻസ്റ്റന്റ് നെർവ് റിലീസ് ബ്രത്ത്. 30 മുതൽ 40 വരെ സെക്കൻഡ്. ഇത് പ്രധാനമാണ്. നിങ്ങളുടെ വലത്തെ മൂക്ക് വിരൽ കൊണ്ടടയ്ക്കുക. ഇടത്തെ മൂക്കിലൂടെ 4 സെക്കൻഡ് സാവധാനം ആഴത്തിൽ ശ്വാസമെടുക്കുക. ശ്വാസം 4 സെക്കൻഡ് പിടിച്ചുവെക്കുക. ഇനി വലത്തെ മൂക്ക് തുറന്ന് ഇടത്തെ മൂക്ക് അടയ്ക്കുക. വലത്തെ മൂക്കിലൂടെ 6 സെക്കൻഡ് കൊണ്ട് സാവധാനം ശ്വാസം വിടുക. ഇത് 4 തവണ ആവർത്തിക്കുക. ഇത് വാഗസ് നെർവിനെ ഉടൻ ശാന്തമാക്കും. സ്റ്റെപ്പ് 3. സ്പൈൻ ഡീകംപ്രഷൻ സ്ട്രെച്ച്. 25 മുതൽ 30 വരെ സെക്കൻഡ്. 2 കൈകളും തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുക. വിരലുകൾ തമ്മിൽ കോർക്കുക. ആരെങ്കിലും നിങ്ങളെ മുകളിലേക്ക് വലിക്കുന്നതായി സങ്കൽപ്പിക്കുക. ബലം പ്രയോഗിക്കരുത്. നട്ടെല്ലിനെ ഉണർത്താൻ ആവശ്യമുള്ളത്ര മാത്രം ചെയ്യുക. നട്ടെല്ലിലെ ഓരോ ചെറിയ സന്ധിയും അകലാൻ തുടങ്ങും. 15 മുതൽ 20 വരെ സെക്കൻഡ് ഇങ്ങനെ പിടിക്കുക. പിന്നെ പതുക്കെ വിടുക. സ്റ്റെപ്പ് 4. എനർജി ഫ്ലോ ആക്ടിവേഷൻ. 20 സെക്കൻഡ്. ഉള്ളം കൈകൾ തമ്മിൽ ഉരസി ചൂടുണ്ടാക്കുക. ആ ചൂട് നിങ്ങളുടെ നട്ടെല്ലിന്റെ താഴെ നിന്ന് മുകളിലേക്ക് പതുക്കെ തടവുക. ഉള്ളം കൈയിലെ ചൂട് നാഡികളെ ഉണർത്തും. നട്ടെല്ലിനുള്ളിൽ ചെറിയൊരു തുടിപ്പ് നിങ്ങൾക്ക് അനുഭവപ്പെടാം. സ്റ്റെപ്പ് 5. സൈലന്റ് റീസെറ്റ്. 10 മുതൽ 15 വരെ സെക്കൻഡ്. കുറച്ചുനേരം അനങ്ങാതെ നിൽക്കുക. ശ്വാസത്തിലും നട്ടെല്ലിലും മാത്രം ശ്രദ്ധിക്കുക. നട്ടെല്ലിന് നീളം കൂടിയതുപോലെയും ഒരു ഭാരം കുറഞ്ഞതുപോലെയും നിങ്ങൾക്ക് തോന്നും. വേദന പതുക്കെ ഇല്ലാതാകുന്നത് അനുഭവപ്പെടും. ഇതാണ് ഇൻസ്റ്റന്റ് നെർവ് ഡിറ്റോക്സിന്റെ പ്രഭാവം. ഇത് രാവിലെയും രാത്രിയും ചെയ്യാം. 3 മുതൽ 5 മിനിറ്റ് വരെ മാത്രം മതി. വേദന വെറുമൊരു ശാരീരിക നിലവിളിയല്ല, മറിച്ച് തടസ്സപ്പെട്ട ഊർജ്ജപ്രവാഹത്തിന്റെ വിളി കൂടിയാണ്. നാഡീശോധൻ ആ സമനില തിരികെ കൊണ്ടുവരുന്നു. ഏതാനും സെക്കൻഡുകൾ ശ്വാസത്തിലും ശരീരത്തിലും നൽകുന്ന ശ്രദ്ധ നിങ്ങളുടെ നട്ടെല്ലിന് വലിയ സ്വാതന്ത്ര്യം നൽകുന്നു. നട്ടെല്ല് വെറുമൊരു അസ്ഥിയല്ല, അത് നിങ്ങളുടെ ജീവിത തൂണാണ്. നിങ്ങളുടെ ശക്തിയും തേജസ്സും ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇൻസ്റ്റന്റ് നെർവ് ഡിറ്റോക്സ് ചെയ്യുമ്പോൾ
നിങ്ങൾ വേദന കുറയ്ക്കുക മാത്രമല്ല, നിങ്ങളുടെ ഊർജത്തെ പുനർജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വേദനയിൽ കഴിയണോ അതോ കുറച്ചു മിനിറ്റുകൾ ഇതിനായി മാറ്റിവെക്കണോ എന്നത് നിങ്ങളുടെ തീരുമാനമാണ്. നാഡികൾ ഒഴുകുമ്പോൾ മാത്രമേ ജീവിതം ശോഭിക്കുകയുള്ളൂ.